ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു കേട്ടോ. കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിന് മറക്കാതെ ലൈക്ക് ബട്ടൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ സാധാ ദിവസം പോലെ തന്നെ രാവിലെ 4 മണിക്കൊക്കെ എണീറ്റ് നമ്മൾ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നടക്കാനൊക്കെ പോയി തിരിച്ച് വരുമ്പോൾ പാലും മീനും ഒക്കെ വാങ്ങിയിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഇതിപ്പോൾ എന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ വന്ന ഉടനെ തന്നെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് റഫീക്കും ഞാനും വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞ് അപ്പോൾ ഇങ്ങനെ മാറാല കണ്ടു കേട്ടോ. മാറാലയും പൊടി ഇങ്ങനെ നെറ്റിൻ്റെ അവിടെ കണ്ടു. അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ കണ്ടാൽ അപ്പം തന്നെ അങ്ങ് തട്ടിക്കളയാട്ടോ ചെയ്യുക. പിന്നെ അത് പിന്നത്തേക്ക് വെച്ച് ഒരു ഡീപ്പ് ക്ലീനിങ്ങിനേക്ക് നിൽക്കലില്ല. കണ്ട ഉടനെ തന്നെ പൊതുവേ ഞാൻ കിച്ചൺ വർക്ക് ഏരിയ നമ്മൾ ഓപ്പൺ ആണല്ലോ, അപ്പോൾ എന്തായാലും പൊടിയും ഇങ്ങനെ ആ നെറ്റില്ലേ, നമ്മൾ നെറ്റ് ഇട്ട് അവിടെ ഇങ്ങനെ മാറാലിങ്ങനെ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് കാണുന്ന സമയത്ത് ഞാൻ വെറുതെ ഇനിയിപ്പോൾ രാവിലെയൊക്കെ ഇങ്ങനെ നമ്മളൊരു ഫ്രീ ആയിട്ട് നിൽക്കുന്നൊരു സമയമാണല്ലോ ആ ഒരു സമയം എന്ന് പറയുന്നത്. ഭയങ്കര തിരക്കില്ലാതെ അല്ലാണ്ട് നമ്മൾ ഓരോരോ പണിയിലായിരിക്കുമല്ലോ തുടങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ചൂലെടുത്തിട്ട് ഇതിപ്പോൾ ഞാൻ പൊടി തട്ടുന്ന ചൂലാണ് കേട്ടോ, നിലത്ത് അടിക്കുന്ന ചൂലല്ല. അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ആ നെറ്റും അതുപോലെ തന്നെ ആ ഓടിൻ്റെ ആ ഭാഗവും ആ ജനൽ ആ ഭാഗമൊക്കെ അല്ല, ഇതൊക്കെ ശരിക്കും ഓപ്പൺ ആയതുകൊണ്ട് ആ ഭാഗത്തൊക്കെ നന്നായിട്ട് പൊടി നിൽക്കും കേട്ടോ. ഇപ്പോഴല്ലേ മഴ തുടങ്ങിയത്, എന്നാലും നന്നായിട്ട് ആയിട്ടില്ല. പക്ഷേ ഇതിന് മുമ്പ് ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ നല്ല പൊടിയും മാറാലൊക്കെ ഉണ്ട്. നെറ്റിലും അത്യാവശ്യം മാറാല ഇങ്ങനെ കണ്ടു കേട്ടോ. അപ്പോൾ അപ്പം തന്നെ അതങ്ങ് ക്ലീനാക്കി എടുക്കുകയാണ്. പിന്നെ നമ്മളവിടെ പ്ലാന്റ് വെച്ചിട്ടുണ്ടല്ലോ, ആ പ്ലാന്റിൻ്റെ നമ്മൾ ആ ബോക്സില്ലേ, ആ ബോക്സിൻ്റെ ആ സൈഡിലൊക്കെ ആയിട്ട് മാറാല വന്ന് കിടക്കും കേട്ടോ. നമ്മളിത് കാണുമ്പോൾ തന്നെ അതങ്ങ് തട്ടിക്കഴിഞ്ഞാൽ അതങ്ങ് എപ്പോഴും കാണുന്നവർക്ക്, ഇപ്പോൾ എനിക്കാണെങ്കിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ ആരും കാണുന്ന സമയത്ത് വൈറ്റ് കിച്ചൺ ഭയങ്കര ക്ലീൻ ആയിട്ടിരിക്കും. പക്ഷേ നമ്മളിങ്ങനെ ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പണി കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ വൈകുന്നേരമാണ് ഞാൻ കാണുന്നത് വെച്ചാൽ, വൈകുന്നേരം ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഫ്രീ ആയിട്ട് വെറുതെ നിൽക്കുന്ന സമയത്ത് ഇതിങ്ങനെ കാണുകയാണെങ്കിൽ ചൂലെടുത്ത് വെറുതെ അങ്ങ് തട്ടു കേട്ടോ. അതുപോലെ തന്നെ നെറ്റ് തുടക്കുന്നതും ഞാൻ അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് വൈറ്റാണ്, പെട്ടെന്ന് പൊടിയും ചെളിയൊക്കെ പിടിക്കും. അപ്പോൾ തട്ടുന്ന ഇതുപോലെ ഇങ്ങ് തട്ടും. അതുപോലെ തന്നെ തുടക്കുന്നതും നമ്മളെ മൈക്രോ ഫൈബർ ക്ലോത്ത് കയ്യിലുണ്ടാവുമല്ലോ, എന്തായാലും കിച്ചണിലുണ്ടാവില്ല, അതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് വെറുതെ അങ്ങ് തുടക്കും കേട്ടോ. എനിക്ക് എത്തുന്ന ഭാഗത്തൊക്കെ വെറുതെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ തുടച്ച് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് വൈറ്റ് കിച്ചണും ഏത് കിച്ചണായാലും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടി പറ്റും കേട്ടോ. നമ്മളറിയാതെ തന്നെ നമ്മൾ ക്ലീനിങ് അങ്ങനെ നടക്കും. അതൊന്നും ഒരു ഡീപ്പ് ക്ലീനിങ്ങിനായിട്ട് ഞാൻ വെക്കലില്ല കേട്ടോ. ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് അങ്ങ് ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ എന്നെ ക്ലീനിങ്ങിനായിട്ട് നല്ലോണം സഹായിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ വീട് നോക്കുന്ന സമയത്ത് എപ്പോഴും നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് ഇരിക്കുകയും ചെയ്യും. അതൊരു ദിവസം ഞായറാഴ്ച അല്ലെങ്കിൽ അടുത്ത ദിവസം ആവട്ടെ അന്ന് എല്ലാം ഒന്ന് തട്ടാം, അങ്ങനെ ഞാൻ ചിന്തിക്കലില്ല കേട്ടോ. എനിക്കങ്ങനെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ അപ്പം അങ്ങനെ ചെയ്ത് മാറ്റുകയാണ് ചെയ്യുക. ഇതിപ്പോൾ ഇതാ മത്തിയും അതുപോലെ തന്നെ കൂന്തളും വാങ്ങിച്ചിട്ടുണ്ട്. മത്തി നമുക്ക് ഉച്ചക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫുള്ളായിട്ടൊന്നും എടുക്കില്ല, കുറച്ച് ഞാനും വായും മാത്രമേ ഉച്ചക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ രാവിലത്തേക്ക് റഫീഖ പറഞ്ഞു ദോശയും നമ്മളെ നീർദോശയല്ലേ അതും അതുപോലെ നമ്മൾ കൂന്തൽ റോസ്റ്റില്ലേ അതും കൂടെ ആക്കണം എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കൂന്തളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കൂന്തൽ ക്ലീൻ ചെയ്യുന്ന ഞണ്ട് ക്ലീൻ ചെയ്തൊക്കെ വീഡിയോയിൽ കാണിക്കണം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ അതൊക്കെ വേഗം അങ്ങ് ചെയ്തിട്ട് പിന്നെ വീഡിയോയുടെ കാര്യത്തിന് നിൽക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ എൻ്റെ കുളിയും കൂടെ അത് കഴിഞ്ഞിട്ട് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് കാര്യമായിട്ട് ഞാൻ മീൻ കട്ട് ചെയ്യുന്നത് രാവിലെ കാണിക്കാത്തത്. അധികവും നമ്മൾ ഈ സമയത്ത് തന്നെ മീൻ വാങ്ങിക്കുക. ജസ്റ്റ് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വേഗം അതങ്ങ് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് അവിടെ അങ്ങ് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ കുളി കഴിഞ്ഞാലും ബാക്കിയുള്ള കാര്യങ്ങൾ വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങ് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു സാധനം ഉണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ, അതൊക്കെ ഒന്ന് വലിച്ച് എടുത്ത് അതിൻ്റെ ഉള്ളിൽ തഴുക്കൊക്കെ അങ്ങ് മാറ്റി. അതിൻ്റെ തല കാണുന്നുണ്ടായില്ല കേട്ടോ, അവിടെ വീണ് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതാ വേറെ ഒന്നിൻ്റെ തല എടുത്തിട്ട് തല ആ മഷി വരുന്ന അവിടെ അങ്ങ് കട്ട് ചെയ്തിട്ട് കളഞ്ഞാൽ മതി, വേറൊന്നും അവിടെ ക്ലീൻ ചെയ്യാനില്ല. പുറം ഭാഗത്ത് നമുക്ക് അതിൻ്റെ ആ ഒരു വയലറ്റ് ഷെയ്ഡ് വരുന്ന ആ ഭാഗമെല്ലാം വൃത്തിയാക്കണം, അത്രയേ ഉള്ളൂ കൂന്തൽ ക്ലീൻ ആക്കാൻ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ കുളിയും കൂടെ ഒന്ന് ചെയ്തിട്ട് വന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കുക്കിങ്ങും ബാക്കി ക്ലീനിങ് അങ്ങ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ കൂന്തൾ നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുമല്ലോ നമ്മൾ കഴുകിയതിൻ്റെ ആ ഒരു വെള്ളം. അപ്പോൾ അത് ഇനിയിപ്പോൾ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള മസാലയൊക്കെ ഒന്ന് പെരക്കി വെക്കട്ടെ. പപ്പറത്താട്ടോ ഈ കിച്ചണിൽ ഞാൻ മസാല ബോക്സ് വെച്ചിട്ടുള്ളത് ആ ഭാഗത്താണല്ലോ, അപ്പോൾ അതെടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ, നമ്മൾ സാധാ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മസാല തേക്കൂലേ അങ്ങനെ കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊന്നും വേണ്ട. മുളക് പൊടി, എരിവിനായിട്ടുള്ള മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് പെരക്കി വെക്കുക. എന്നിട്ട്
വെളിച്ചെണ്ണ കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്കാക്കി എടുക്കുക. പിന്നെ അത് റോസ്റ്റായി ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. നമുക്ക് വലിയൊരു പണിയില്ലാതെ കൂന്തൽ റോസ്റ്റ് റെഡിയായി കിട്ടും. നല്ല ടേസ്റ്റും ആട്ടെ. നമ്മൾ സവാളയൊക്കെ വഴറ്റിയിട്ട് ഉണ്ടാക്കുമല്ലോ റോസ്റ്റ്, അതിനേക്കാൾ ടേസ്റ്റുമാണ്. നമുക്കെല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാട്ടെ. ഇങ്ങനെ ഗീ റൈസിലേക്കും ഒക്കെ ഇത് ഇഷ്ടമാണ്. അപ്പോൾ കൂന്തൽ കിട്ടിയാൽ നമ്മൾ പിന്നെ ഉള്ളി ഉള്ളി വഴറ്റുക അങ്ങനത്തെ പണികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ രാവിലെ ഉണ്ടാക്കാൻ പറഞ്ഞാലും നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റും കേട്ടോ. വെറും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ അതാ ഞാൻ നീർദോശയ്ക്കുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കുകയാണ്. പച്ചരിപ്പൊടി ഇട്ടാൽ നമ്മളെ പത്തിരിപ്പൊടി ഉണ്ടല്ലോ, വറുത്തതായാലും വറുക്കാത്തതായാലും ഒന്നും കുഴപ്പമില്ല. അതെടുത്തിട്ട് പച്ചവെള്ളത്തിലൊന്ന് കുഴച്ചിട്ട് അവിടെ വെക്കും കേട്ടോ. റഫായിട്ടൊന്ന് കുഴച്ചിട്ട് വെക്കും. കുറച്ച് ടൈറ്റായിട്ട് അവിടെ കുഴച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതുപോലെ ഇതാ ഞാൻ രാവിലെ ചെയ്യുന്നൊരു പണിയാണിത്. നമ്മുടെ ഗ്യാസ് സ്റ്റൗവും പുറത്തുള്ള കേട്ടോ ഓപ്പൺ കിച്ചണിൻ്റെ സ്റ്റൗ അടുപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ തുടക്കുന്ന ക്ലോത്ത് നനച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് തുടച്ചു കൊടുക്കും കേട്ടോ. വെറുതെ ഒന്ന് ഓടിച്ചൊന്ന് തുടച്ചു കൊടുക്കും. കാരണം നമ്മൾ പാറ്റ കൂറ പല്ലി പിന്നെ ഓപ്പൺ അല്ലേ, ഞാനതാണ് എടുത്ത് പറയുന്നത്. അപ്പോൾ ആകുമ്പോൾ ഒന്ന് നമ്മൾ ഇനിയിപ്പം തവി കാര്യങ്ങളൊക്കെ അവിടെ വെച്ചതോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ കൈ തട്ടിയിട്ടാണെങ്കിലും യൂസ് ചെയ്യില്ല. അപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് വൈപ്പ് ചെയ്തിട്ട് വിടും. എന്തായാലും നമ്മൾ കിച്ചണ് എന്തായാലും എല്ലാം കഴിഞ്ഞിട്ട് കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുമല്ലോ. അപ്പോൾ വെറുതെ നമ്മളൊരു സമാധാനത്തിനൊന്ന് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കും കേട്ടോ. വെറുതെ ഒന്ന് തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ മാത്രമല്ല, നമ്മളിങ്ങനെ ക്ലീനായിട്ടുള്ള ഒരു അടുപ്പിലും ആ കൗണ്ടർ ടോപ്പ് ഭാഗത്തൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അല്ലേ അവിടെ നമുക്ക് നീറ്റല്ലാതെ പരത്തിയിടാൻ നമുക്ക് എനിക്കങ്ങനെയാണ് കേട്ടോ, പരത്തിയിടാൻ തോന്നുകയില്ല. പിന്നെ ചെയ്യുന്നതെല്ലാം അപ്പം മാറ്റി നല്ല ക്ലീൻ ആക്കിക്കൊണ്ടേ വൃത്തിയാക്കിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്ത് ഞാനെപ്പോഴും ഒരു കഷ്ണം തുണിയും പിടിച്ചിട്ടാണ് നടക്കുന്ന ഒരു അല്ല കേട്ടോ. ചെയ്യുന്ന സമയത്ത് അങ്ങ് ചെയ്യും, അത്രയേ ഉള്ളൂ. ഞാൻ എങ്ങനെയായാലും മാക്സിമം 10 മണി ഇനി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എൻ്റെ പണികൾ കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീ ആവുന്നുണ്ട് കേട്ടോ. പിന്നെ രാത്രി വരെ ഞാൻ വെറുതെ ഇരിക്കുകയാണ്, വൈകുന്നേരം വരെ. പിന്നെ നമുക്ക് എന്തെങ്കിലും ചപ്പാത്തി ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കുക അങ്ങനെ. അപ്പോൾ അത്രയും സമയം ഞാൻ ഫ്രീ ആണ്. അതിങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് എൻ്റെ പണികൾ നേരത്തെ തീർക്കുന്നത് കൊണ്ടാണ് ഞാനങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ചിലർക്കെല്ലാം ഡൗട്ട് ഉണ്ടാവും, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇതാ നമ്മളെ ഒരു ഇളം ചൂടുവെള്ളം എടുത്തിട്ട് ഞാൻ നമ്മളെ കുഴച്ച് വെച്ച മാവില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ടൈറ്റായിട്ടാണ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. കൈ കൊണ്ട് കുഴച്ചിട്ട് അത് ലൂസുള്ളൊരു ബാറ്ററാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് പച്ച വെളിച്ചെണ്ണയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ ദോശ ബാറ്റർ റെഡിയാണ്. മാക്സിമം ലൂസാക്കിയിട്ട് അങ്ങ് കുഴച്ചെടുത്താൽ മതി. ഈ ഒരു ദോശയില്ലേ അത് നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാനിലും അതുപോലെ തന്നെ ഞാനിപ്പോൾ അയണിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ കോമൺ ആണ് കേട്ടോ. ഇവിടെയൊക്കെ കോമൺ ആയിട്ട് കിട്ടുന്നൊരു ദോശക്കല്ലാണിത്. അപ്പോൾ അതാണ് ഞാൻ അത് എടുത്തിട്ടുള്ളതും. നിങ്ങൾക്ക് നോൺ തവയിലും ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ കൂന്തലിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് കറിവേപ്പില പൊട്ടിച്ചു. ഇനി നമ്മൾ ജസ്റ്റ് മീൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ കൂന്തൽ മുഴുവനായിട്ട് ആ ഒരു മസാലയും ഒക്കെ അടക്കങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ടില്ല ഒരു ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു വൈറ്റ് കളർ വരില്ലേ, വൈറ്റ് കളർ വരുന്ന അതിൽ നിന്ന് വെള്ളവും കൂടെ ഇറങ്ങി വരും. ആ ഒരു സമയത്ത് നമ്മൾ 2 മിനിറ്റ് ഇട്ടാൽ 2 മിനിറ്റ് മതി അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ ഇടയ്ക്ക് എന്താ പറയുക കുറച്ചധികം സമയമൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി നോക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ അതിൽ വെള്ളം ഉണ്ടാവും. അങ്ങനെ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. പിന്നെയും കുറച്ച് സമയം കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ഗ്രേവി ടൈപ്പ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഫ്ലെയിം കൂട്ടുമൊന്നും വേണ്ട കേട്ടോ, അതങ്ങനെ ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. ഗ്രേവി ടൈപ്പാണെങ്കിൽ ആ സമയം ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക. ആ സമയം കൊണ്ട് തന്നെ കുക്കായിട്ടുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ അതാ ഞാൻ ദോശയും ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മീൻ കറിക്കും മീൻ മുളകിട്ട് കറിയും ഒക്കെ കോമ്പിനേഷനാണ് കേട്ടോ. ഈ ഒരു ദോശ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ. ഇവിടെ നമ്മളെ ഏരിയയിലൊക്കെ കോമൺ ആണ് കേട്ടോ ഈ ദോശ. നമ്മളെ രാത്രിയിലത്തെ ബീഫ് കറീൻ്റെ ചട്ടിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കാൻ എളുപ്പമുള്ളത് ഈ ദോശയാണ് കേട്ടോ. ഇതന്നെ നമ്മൾ അരി അരച്ചിട്ട് പച്ചരി രാത്രി കുതിർത്ത് വെച്ചിട്ട് രാവിലെ അത് അരച്ചിട്ട് പിന്നെ ഒന്നുമില്ല ഫൈനായിട്ട് അരച്ചിട്ട് ഇതുപോലെ ലൂസാക്കിയിട്ട് ബാറ്റർ ആക്കിയെടുക്കും. ലൂസ് കേട്ടോ, നല്ല ലൂസ്. എന്നിട്ട് അതിലേക്ക് ഉപ്പും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഇതുപോലെ അങ്ങ് ചുട്ടെടുക്കും കേട്ടോ. അത് ഇതിനേക്കാൾ ഒന്നുകൂടി ടേസ്റ്റിയാണ് കേട്ടോ.
പിന്നെ ഞാനിപ്പോൾ പച്ചരി ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് പൊടി ഇട്ടിട്ടുണ്ടാക്കിയത്. ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ്, പക്ഷെ ഒന്നുകൂടെ ടേസ്റ്റിയാണ് നമ്മൾ അരച്ചെടുത്താൽ, അതാ പറഞ്ഞത്. അപ്പോൾ ഇതാ എൻ്റെ ദോശ ചുടലിങ്ങനെ നടക്കുന്നുണ്ട്. നമ്മുടെ കൂന്തൽ റോസ്റ്റ് ആ സമയത്ത് തന്നെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ദോശ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു നനവോട് കൂടിയിട്ടില്ല നല്ലത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ നിർത്തുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് വെള്ളത്തോട് കൂടി വേണമെങ്കിൽ കുറച്ച് മുമ്പ് ഓഫാക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ കൂന്തൽ റോസ്റ്റും ദോശയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ റഫീഖ വേഗം പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് വേഗം ആക്കിയത്, ലഞ്ചിലേക്ക് നിൽക്കാതെ വേഗം ആക്കിയെടുത്തു. പക്ഷേ റഫീഖ വണ്ടി കഴുകൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ ബാക്കി കാര്യങ്ങൾ കൂടെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഞാൻ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം റഫീഖ വന്നു കഴിഞ്ഞാൽ എൻ്റെ പണി അവിടെ പെടും. അപ്പോൾ ഞാൻ കിച്ചണൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി വെക്കട്ടെ. ക്ലീൻ ആക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, നമ്മളെടുത്ത സാധനത്തിന് എടുത്ത് തന്നെ തിരിച്ചെടുത്ത് വെക്കുക, അതുവരെയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുക. പിന്നെ ഞാൻ കൗണ്ടർ ടോപ്പും, ഇവിടെ ഉപയോഗിച്ച കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ ഗ്യാസ് ടോപ്പും ചെറുതായിട്ടൊന്നും നനച്ച് കൊടുക്കത്തുള്ളൂ. ഇങ്ങനെ എന്താ പറയുക, ഡിഷ് വാഷിലേക്കൂടോ അങ്ങനെ ഒന്നും ആക്കൂല, വെറുതെ ഒന്നിങ്ങനെ വൈപ്പ് ചെയ്തെടുക്കും. അപ്പോൾ നമ്മളില്ലേ ഇനിയിപ്പോൾ കുക്ക് ചെയ്യാൻ വരുന്ന സമയത്ത്, നമ്മളെപ്പോൾ നോക്കുന്ന സമയത്ത് നമ്മളെ കിച്ചൺ നല്ല നീറ്റായിട്ട് ഇരിക്കും കേട്ടോ. പക്ഷെ ഇതിനൊന്നും അധികം സമയമൊന്നും വേണ്ട കേട്ടോ. ക്ലോത്ത് ഒന്നും നനച്ചിട്ട് ഒന്നിങ്ങനെ അങ്ങ് ഓടിക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു ക്ലീനിങ് നമ്മളെ കിച്ചണിൽ ഉണ്ടാവുകയില്ല കേട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ഇതാ സമയമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബെഡൊക്കെ ഒന്ന് ക്ലിയറാക്കി വിരിക്കട്ടെ, ഒന്ന് ഒതുക്കി പെറുക്കിയിട്ട് പോകാം, എന്നിട്ട് ലഞ്ചും കാര്യങ്ങളും ഉണ്ടാക്കി വെക്കാൻ പോകാമെന്ന്. പിന്നല്ലേ കുറേ കമൻറ്റ് എനിക്ക് വരലുണ്ട്, ജംഷി ഒരു സന്തോഷമില്ല, വീട്ടിൽ പണിയെടുക്കുമ്പോൾ ഒരു സന്തോഷമില്ല, ലൈഫിലൊരു സന്തോഷമില്ല, സമാധാനമില്ല, ദുആ ചെയ്യണമെന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ എനിക്കത് ഞാൻ അവരോട് റിപ്ലൈ കൊടുക്കലുണ്ട് കേട്ടോ. ഞാൻ മുന്നേയും കമൻറ്റിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ഇല്ലേ നമ്മൾ സമാധാനം ഇപ്പോൾ ഒരാൾ പറഞ്ഞാലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സമാധാനം നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. എനിക്കറിയാം ചിലപ്പം ഒരാളുടെ ലൈഫായിരിക്കില്ല മറ്റൊരാൾക്ക് നമ്മളോട് പറയാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളത് സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്ത് തന്നെയാണെങ്കിലും അത് സോൾവ് ആക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്ന് നോക്കുക കേട്ടോ. അപ്പം നിങ്ങളെ മനസ്സിന് നല്ല സമാധാനം ലഭിക്കും. പിന്നെ ഇനി അത് സോൾവ് ആക്കാൻ പറ്റാത്തൊരു സംഭവം ആണെങ്കിൽ അതിനെ നെവറാക്കി കളയാം. ആദ്യം നമ്മളെ മകന്ന് തെറ്റൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. പിന്നെ മനുഷ്യരല്ലേ, എന്ത് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ പറഞ്ഞിട്ടും അതൊരു ക്ലിയർ ആവുന്നില്ലെങ്കിൽ പിന്നെ അത് നമ്മളെ മൈൻഡിൽ നിന്ന് നെവറാക്കുക കേട്ടോ. പിന്നീട് അത് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്ത് പ്രശ്നമാണെങ്കിലും അത് നമ്മളെ മൈൻഡിനെ നെവറാക്കി വെക്കുക. അത് നമ്മളെ മൈൻഡിലേക്ക് അത് എടുക്കരുത്. ഒരു ദിവസം നമുക്ക് അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആർക്കായാലും ഉണ്ടാവും. പിന്നീടും നമ്മളതിങ്ങനെ കൂടെ കൊണ്ട് നടന്ന് അതെന്നെ ആലോചിച്ച് പണിയെടുക്കുമ്പോഴും കുക്ക് ചെയ്യുമ്പോഴും ഒക്കെ ഇത് തന്നെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനോട് തന്നെ ഒരു വെറുപ്പ് വരും കേട്ടോ. ലൈഫിൽ വേറെന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് നല്ലതുണ്ടാകും. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും ചെറിയൊരു കാര്യങ്ങളും നിങ്ങളെടുക്കുക. നിങ്ങളുടെ കുട്ടികളുടെ സന്തോഷങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അതാണെങ്കിലും എന്താണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അതെടുക്കാം. ഒന്നില്ലെങ്കിൽ ഒന്ന് നമുക്ക് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടുണ്ടാവും. അത് നിങ്ങൾ നോക്കുന്നുണ്ടാവില്ല അതിലേക്ക്. അത് നോക്കുക, എനിക്കിത് ഹാപ്പി ആയിട്ടുണ്ടല്ലോ, ഇതിനേക്കാളും ദുഃഖമുള്ള എത്ര പേരുണ്ട് ലോകത്ത് എന്ന് ചിന്തിക്കുക കേട്ടോ. എന്നിട്ട് സമാധാനപ്പെടുക. പിന്നെ നമ്മൾ ഏത് മതസ്ഥരാണെങ്കിലും പ്രയറും കാര്യങ്ങളും അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക. അതൊക്കെ നമ്മളെ മൈൻഡിന് ഭയങ്കര ധൈര്യം തരും, ഒരുപാട് ധൈര്യം തരും. നമ്മൾ മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് ഒരുപാട് പ്രേരിപ്പിക്കും കേട്ടോ. മുന്നോട്ടുള്ള ജീവിതം നല്ല ഹാപ്പി ആകാനും മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഒരുപാട് പ്രേരിപ്പിക്കും നമ്മളെ പ്രയർ. അത് മനസ്സ് തട്ടി പ്രാർത്ഥിക്കുക, അത് രണ്ടാമത്തെ വഴി. ഏറ്റവും വലിയ വഴി അത് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നെവറാക്കുക. അത് തരണം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തരണം ചെയ്യുക. അതിനെ നിങ്ങൾ എന്താ പറയുക, ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ നോക്കുക പറ്റുമെങ്കിൽ. എന്നാൽ പിന്നെ നമ്മൾ ഹാപ്പിയാണ്. നമ്മൾ മൈൻഡിൽ നിന്ന് അതങ്ങ് എടുത്ത് കളയുക, ഫ്രീ ആവാൻ നോക്കുക കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ട് അതന്നെ ആലോചിച്ച് കുട്ടികളോടാണെങ്കിൽ നമുക്ക് ദേഷ്യം വരും, ഹസ്ബൻഡിനോടാണെങ്കിൽ നമുക്ക് ദേഷ്യം വരും, കാണുന്നതിനൊക്കെ നമുക്ക് ദേഷ്യമായിരിക്കും, വെറുപ്പായിരിക്കും. അതിലൂടെ നമ്മൾ ചെറിയ അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം വരുത്തി വെക്കുകയും ചെയ്യും. അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ കിടക്കാണ്ടിരിക്കുക കേട്ടോ ചെയ്യുന്നത്. മാക്സിമം നമുക്ക് നമ്മൾ മൈൻഡിനെ കൊണ്ട് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല, പക്ഷേ നമ്മൾ മൈൻഡിനെ അതിലേക്ക് അങ്ങനെ പഠിപ്പിക്കുക കേട്ടോ. കുറേ പേര് പറയാറുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഇപ്പോൾ ജംഷി ഞാൻ അങ്ങനെയാണ് ചെയ്യൽ, ഇപ്പം എനിക്ക് ഹാപ്പി കിട്ടലുണ്ട്, ഞാനത് മൈൻഡാക്കലില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. പിന്നെ ഞാൻ ഈ പറഞ്ഞത് കറക്റ്റല്ല, ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ അത് വിട്ടേക്ക് കേട്ടോ, കാര്യമാക്കണ്ട.
അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിലൂടെ ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം നടത്തി. ഹാളും റൂമും എല്ലാം സെറ്റാക്കി, ലിവിങ്ങും എല്ലാം സെറ്റാക്കി. ഇതിപ്പോൾ അല്ലേ കിച്ചണിൽ ഞാൻ തലേദിവസം റെസിപ്പിയൊക്കെ എടുത്തതിൻ്റെ പാത്രങ്ങളൊക്കെ ഞാൻ ഉണങ്ങിയിട്ടാണ് ഉള്ളിലേക്ക് കബോർഡിലേക്ക് എടുത്ത് വെക്കുക. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ കൊണ്ടുവെക്കും കേട്ടോ, ഒന്ന് മാറിക്കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ഗ്ലാസും പാത്രങ്ങളും കുറച്ചധികം പാനും പോട്ടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തിരിച്ചങ്ങോട്ടേക്ക് തന്നെ എടുത്തു വെച്ചു. ഇനിയിപ്പോൾ ദാ നമ്മൾ റഫീഖ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. പിന്നെ ചിലരൊക്കെ ചോദിക്കലുണ്ട്, ഞാൻ എൻ്റെ ഫുൾ സ്ലീവ് ഇട്ടിട്ട് എങ്ങനെയാണ് വീട്ടിൽ നിൽക്കുക, പണിയെടുക്കുമ്പോൾ അതിലേക്ക് കാവൂലേ, ഞങ്ങൾക്കൊന്നും അങ്ങനെ പറ്റില്ല എന്ന്. അപ്പോൾ അത് ശീലമായി കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് തന്നെയാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ്. അപ്പോൾ അതെൻ്റെ ശീലമാണ് കേട്ടോ. അതുകൊണ്ടാണ് അത് നമുക്ക് ഓരോരോ ശീലങ്ങളാണല്ലോ. ആദ്യം ഹാഫ് സ്ലീവായിരുന്നു, പിന്നെ 3/4 പിന്നെ ഫുൾ സ്ലീവായി. അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോരോ ശീലങ്ങളല്ലേ. പണ്ടൊക്കെ അങ്ങനെയല്ലേ, ഹാഫ് സ്ലീവായിരുന്നു. ഇപ്പോൾ അധികവും പേരും ഫുൾ സ്ലീവ് ഇടുന്നുണ്ട്. അപ്പം അങ്ങനെ ഓരോ നമ്മൾ ശീലിക്കുന്നതിനനുസരിച്ചല്ലേ. അപ്പം അങ്ങനെ റഫീക്ക് പോയി. അതിനുശേഷം ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ അപ്പം തന്നെ ഒന്ന് കഴുകി വെക്കട്ടെ. അപ്പം കഴുകുന്നതുകൊണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും എനിക്ക് കഴുകാനും കുറഞ്ഞ പാത്രങ്ങളേ ഉണ്ടാവുള്ളൂ കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ അപ്പം നമ്മൾ കഴുകി മാറ്റുന്നതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിൻ്റെ കാര്യത്തിനാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. കുറച്ച് ചീര പറിക്കാനുണ്ട്. അപ്പോൾ ഞാൻ അതിപ്പോൾ പറിക്കുന്നില്ല. നമ്മളെ വേലിച്ചീരല്ലേ, പ്രഷർ ചീര, ഇംഗ്ലീഷ് ചീര, പ്രഷർ ചീര എന്നൊക്കെ പറയട്ടോ അതിനെ. അപ്പോൾ അത് കുറച്ചുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി മഴയൊക്കെ അടഞ്ഞ് പെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ വളർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തളർത്ത് നല്ല ഉഷാറായിട്ട് വന്നോളും. അപ്പോൾ അത് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്കിന്ന് ഉപ്പേരി വെക്കാനുള്ള ഐറ്റം കിട്ടുകയും ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളെ തൊടിയിലേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ചെടുത്തിട്ട് അന്നത്തെ കറി വെക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ കുരങ്ങന്മാർ ഇതിനൊന്നും വിടൂല കേട്ടോ. ഒരു പച്ചക്കറി പോലും നമുക്ക് ഉണ്ടാക്കാൻ അവർ സമ്മതിക്കുന്നില്ല. നമ്മളെ ചീര തന്നെ അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ഓടിക്കളിച്ചിട്ട് ഇങ്ങനെ കുറേ തൈകൾ അതിലിങ്ങനെ ചാഞ്ഞ് കിടന്നുപോയി. കുറേ എണ്ണം ഇങ്ങനെ നശിപ്പിച്ചു കേട്ടോ. ചീരയാണ് ഒന്നും ചെയ്യാത്ത സംഭവം. വഴുതന അങ്ങനത്തെ ഒക്കെ നശിപ്പിക്കും. പക്ഷെ ചീര തന്നെ അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ നശിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെ അതൊക്കെ പറിച്ചു, ഉപ്പേരിക്കുള്ളതായി. ഇനി കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. നമ്മളെ അലക്കുകല്ലിൻ്റെ ആ ഭാഗത്തുള്ള മാവിലാണ് ഇപ്രാവശ്യം മാങ്ങയുള്ളൂ. ഫ്രണ്ടത്തെ ആ മാങ്ങയില്ലല്ലോ, അതിലൊരു 5-6 ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. പോകുന്ന വഴിക്കതാ ചാമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേയൊന്നും ഉണ്ടായിട്ടില്ല, കുറച്ചിങ്ങനെ ഉണ്ടാവില്ല. ഇതിൽ ഇല്ലേ കുറേ ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ മധുരം ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ കുറച്ചുണ്ടാകും, ഒരു പിടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നല്ല മധുരം ഉണ്ടാവും കേട്ടോ. പക്ഷേ എനിക്ക് കഴിക്കാൻ പേടിയാണ്, കാരണം അലർജിക്ക് ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കും. ഞാൻ 2 കഴിച്ചതും എനിക്ക് ചുമ വന്നു കേട്ടോ. കാരണം അലർജിക്ക് അത് പറ്റുന്നില്ല. ചില ഫുഡൊക്കെ നമുക്ക് അലർജിക്കാർക്ക് പ്രശ്നം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് അത് കണ്ടറിഞ്ഞിട്ട് നമ്മൾ തന്നെ അത് അവോയ്ഡ് ചെയ്യണം കേട്ടോ. നമ്മൾ തന്നെ മനസ്സിലാക്കണം നമ്മൾ ഏത് ഫുഡിൽ നിന്നാണ് നമുക്ക് വരുന്നത്, ഏത് ഫുഡ് ആക്കുമ്പോഴാണ് നമുക്ക് അലർജി പ്രശ്നം, ചുമ അല്ലെങ്കിൽ ഈ ഒരു മൂക്കടപ്പ് കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് ഡോക്ടർ തന്നെ അങ്ങനെ കേട്ടോ പറഞ്ഞ് നമ്മൾ തന്നെ കണ്ടെത്തണം എന്ന്. അപ്പോൾ എനിക്ക് ചാമ്പക്ക എന്തായാലും പ്രശ്നക്കാരനാണ്, പേരയ്ക്കയും പ്രശ്നക്കാരനാണ്. എന്തായാലും തിന്നാണ്ടിരിക്കുമൊന്നുമില്ല കേട്ടോ, കഴിക്കൊക്കെ ചെയ്യും. അങ്ങനെ ഇതാ മാങ്ങെല്ലാം പറിച്ച് അതെല്ലാം കട്ട് ചെയ്തു. ചീരയൊക്കെ ഇതാ കഴുകി കട്ട് ചെയ്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ അല്ലേ ഇന്ന് നല്ല അടിപൊളി മത്തിക്കറി കാണിക്കുന്നുണ്ട് കേട്ടോ. കുരുമുളക് ഇട്ടിട്ട് വറ്റിച്ച് മത്തിക്കറി കാണിക്കുന്നുണ്ട്. പിന്നെ ഇതാ ആദ്യം തന്നെ ഞാൻ അവിടെ നിന്ന് ഒരു മാങ്ങ പറിച്ചുള്ളൂ. 2-3 മാങ്ങ ചെറുത് മറ്റേ മാവിൽ നിന്ന് കിട്ടിയത് ഉണ്ടായി കേട്ടോ. ചെനപ്പുള്ളതൊക്കെ പച്ച ആയാലും മതി കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഇതുപോലെ ഒന്നിങ്ങനെ പൂണ്ടിടുക എന്ന് പറയില്ലേ, അതുപോലെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് നന്ന ചെറുതാക്കണ്ട, ഇതുപോലെ ഇട്ട് കൊടുത്തു. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ കുറച്ച് മുളക് പൊടി, നമ്മളെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതാകുമ്പോൾ നല്ല കളറുണ്ടാവും, എരിവ് കുറച്ച് കുറയും. ഇതാ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ മാങ്ങ വരട്ടിയെടുക്കൂലേ, പഴുത്ത മാങ്ങ ഞാൻ വരട്ടിയിരുന്നത് കാണിച്ചിട്ടില്ലേ, അതേ ടേസ്റ്റിൽ നമുക്ക് പച്ച മാങ്ങ കൊണ്ട് ആക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ കാണിക്കുന്നത്. ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. ഇനി ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ മാങ്ങ നകക്കെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, മാങ്ങ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇതിനി അടുപ്പിലേക്ക് വെച്ചിട്ടില്ലേ തിളച്ച് ഒരു 10 മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ നമുക്ക് 10-15 മിനിറ്റ് ഈ മാങ്ങ വെന്ത് നല്ല കുഴഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് വരിക, കുഴഞ്ഞല്ല നല്ല സോഫ്റ്റായിട്ട് വരുന്ന രീതി വരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു. ഇനി ഇപ്പുറത്ത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ സ്പെഷ്യൽ മത്തിക്കറി കേട്ടോ, അത് ഉണ്ടാക്കാം. ഈ മത്തിക്കറിയില്ലേ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എല്ലാം കോമ്പിനേഷനായിട്ട് നമുക്ക് പറ്റും കേട്ടോ, ചോറിനും പത്തിരിക്കും എല്ലാം പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ തന്നെ എടുക്കാം കേട്ടോ, എന്നാലാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ നോക്കിയപ്പോൾ കല്ലുപ്പ് ഞാൻ പൊട്ടിച്ചിട്ട് ഭരണിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതൊന്ന് വേഗം കുറച്ച് ഭരണിയിലേക്ക് ഇടട്ടെ. ഇനിയിപ്പോൾ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഞാനൊരു കൈപ്പിടി ചെറിയുള്ളി എടുത്തു. പിന്നെ തൊലിക്കാനുള്ള മടി കൊണ്ട് ഒരു സവാളൻ്റെ പകുതി എടുത്തു കേട്ടോ, ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറിയുള്ളി മാത്രമാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ 2 കൈപ്പിടി ചെറിയുള്ളി എടുത്തിട്ട്, ചെറിയ ഉള്ളിയില്ല അത് കേട്ടോ, ചുവന്നുള്ളി, അത് ജസ്റ്റ് അമ്മിയിലോ ഇടികല്ലില്ല നമ്മൾ അതിൽ കുത്തിയിട്ട്, അല്ലാണ്ട് പേസ്റ്റ് ആക്കരുത് കേട്ടോ, അങ്ങനെ ജസ്റ്റ് കുത്തി ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സവാള നല്ല സോഫ്റ്റായിട്ട് വരട്ടെ, അപ്പോഴാണ് നമ്മളെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഉള്ളി തൊലിക്കാനുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ കയ്യിലില്ലെങ്കിൽ ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ടാക്കി എടുത്താൽ മതി കേട്ടോ, എന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അറിയാലോ ചെറിയ ഉള്ളിക്ക് നല്ല ടേസ്റ്റ് അല്ലേ, ഏത് കറിയിൽ ചെറിയ ഉള്ളി ഇട്ടാലും ഭയങ്കര ടേസ്റ്റ് അല്ലേ, ഫ്ലേവറുള്ള ഉള്ളിയല്ലേ, അതുകൊണ്ടാണ് ആ ഉള്ളി എടുക്കാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ നമ്മളെ മാങ്ങയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ആയിട്ടില്ല, ഇത് കുക്കാവട്ടെ. കുക്കാവുന്നതോട് കൂടിയിട്ട് ഈ വെള്ളം ചെറുതായി ഇങ്ങനെ വറ്റി വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് റെഡി ആവട്ടെ, നമുക്ക് അടച്ചെന്നെ വെച്ച് കൊടുക്കാം. മാങ്ങ എല്ലാം സോഫ്റ്റായിട്ട് വരാനുണ്ട്. അപ്പോൾ ഇത് ആ സമയം നമ്മളെ സവാള അതായത് ഉള്ളി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി പേസ്റ്റ് അല്ലേ, വെളുത്തുള്ളി ഒരു 5-8 ചതച്ചതും, ഒരു ഇഞ്ചി പേസ്റ്റ്, ഇനി ഒരു 1/4 കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കുക, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് അടച്ചൊരു മിനിറ്റ് വെച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ, ആ ഒരു പച്ചമുളകൊക്കെ മാറി നല്ലൊരു സ്മെല്ലായിട്ട് വരട്ടെ. അപ്പം അതിന് ശേഷം ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. നന്നായിട്ട് ഈ ഒരു രീതിയിലൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കുരുമുളക് പൊടി കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എരിവിനായിട്ട്. അപ്പോൾ കുറച്ചധികം തന്നെ കുരുമുളക് പൊടി പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. 3-4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 3 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെടുക്കുന്ന മീനിനനുസരിച്ച് കുട്ടിയും കുറച്ചൊക്കെ എടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക എണ്ണയിൽ വെച്ചിട്ട്. എന്നിട്ട് 2 തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി തക്കാളി നല്ല സോഫ്റ്റായിട്ട് വരട്ടെ, നമുക്ക് ചെറിയ തീയിലാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് കൊടുക്കാം കേട്ടോ, സോഫ്റ്റായിട്ട് വരട്ടെ. അപ്പോൾ ആ സമയത്ത് നമ്മളെ മാങ്ങയല്ലേ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം വെള്ളവും കുറേയൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇതിപ്പം നല്ല തരിയൊന്നുമില്ലാതെ, അതായത് വേസ്റ്റൊന്നും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തത്. നല്ല വലിയ ശർക്കരയാണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ കല്ലൊക്കെ ഉള്ളതാണെങ്കിൽ 2-3 ശർക്കര ഉരുക്കിയെടുത്തിട്ട് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കണേ. ഇനി ആ മധുരമൊക്കെ അതിൽ പിടിച്ച് സെറ്റായിട്ട് വരട്ടെ. അപ്പോൾ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തക്കാളി ആ സമയം കൊണ്ട് നല്ല സോഫ്റ്റായിട്ട് വന്നു. ഇനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം എത്രയാണോ അത്രയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുടംപുളിയില്ലേ അതാട്ടോ ചേർത്ത് കൊടുത്തത്. പുളിക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ വാളംപുളിയില്ലേ അത് പിഴിപുളി എന്നൊക്കെ പറയും, അത് പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക ഈ ഒരു കറിക്ക്. കുടംപുളി ആയാലും മാങ്ങയാണെങ്കിലും ഒന്നും പ്രശ്നമൊന്നുമില്ല. ആവശ്യത്തിന് ഉപ്പും കൂടെ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ മാങ്ങയൊക്കെ ഇങ്ങനെ ഇത് കാണും അലിഞ്ഞ് നല്ല ഇങ്ങനെ വരണ്ട് വരുന്നുണ്ട് കേട്ടോ. റെഡിയായി ഒന്നുകൂടെ റെഡിയായി വരാനുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തിളച്ച് വന്നു കേട്ടോ, വെള്ളമൊക്കെ തിളച്ച് വന്നു. ഇതിലേക്ക് നമ്മളെ മീൻ ക്ലീൻ ചെയ്തിട്ട് മീൻ ചേർത്ത് കൊടുക്കുക. നല്ല അടിപൊളി മത്തിയല്ലേ ഇപ്പോൾ കിട്ടുന്നത്, നല്ല നെയ്യൊക്കെ ഉള്ള, അതുപോലെ തന്നെ പഞ്ഞീനൊക്കെ ഉള്ള ഇണറൊക്കെ ഉള്ള മത്തിയല്ലേ ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല റേറ്റും ഉണ്ട് കേട്ടോ മത്തി, അത് പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പോൾ നമ്മളെ ഗ്രേവി ഉണ്ടല്ലേ, നല്ല അടിപൊളി ഗ്രേവിയാണ് കേട്ടോ. നമ്മൾ കുറുകിയൊരു മീൻകറിയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഇനി അടച്ച് വെച്ചിട്ട് മീനൊന്ന് കുക്കായിട്ട് വരട്ടെ. ആ ഒരു സമയം നമ്മളെ മാങ്ങ വരട്ട് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നിങ്ങൾക്ക് ഇതിനേക്കാളും കുറുകിയെടുക്കണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല, ഇത്രയും മതി. കാരണം നമ്മൾ ഓഫാക്കി കൊടുത്താൽ തന്നെ ഇത് ഒന്നും കൂടെ ഒന്ന് കുറുകി വരും. ഇനി കടുക്, കറിവേപ്പില, ഉണക്കമുളക് ഉണ്ടല്ലോ അതും കൂടി ചേർന്ന് വറവിട്ടെടുക്കാം.
പിന്നെ ഇത് നിങ്ങൾക്ക് ഒരാഴ്ച വരെ ഇങ്ങനെ വരട്ടി വെച്ച് നന്നായിട്ട് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് വെച്ചിട്ട് ഇത് കറിയായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തോളം നിങ്ങൾക്ക് ഒരു ബോട്ടിലൊക്കെ ആക്കിയിട്ട് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ടേസ്റ്റാട്ടോ. പിന്നെ നിങ്ങൾ വറവിടുമ്പോൾ കടുകിട്ട സമയത്ത് കുറച്ച് ഉലുവയും കൂടെ കേട്ടോ, ഒരു ഹാഫ് വേണ്ട, ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ പൊട്ടിച്ചെടുക്കട്ടെ. ഞാൻ വിട്ടുപോയതാണേ. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അത് കണ്ടില്ലേ, ചോറിന് ഇത് മാത്രം മതിയിട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഉപ്പ്, പുളിയും, മധുരം അതൊക്കെ നിങ്ങളെ ഒരു ടേസ്റ്റിനനുസരിച്ച് ആക്കിയെടുക്കട്ടെ. നമുക്കിവിടെ മധുരം നല്ല ഇഷ്ടമാണ്. ഞാൻ ആ രീതിയിലാട്ടോ ആക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഇതാ നമ്മളെ പ്രഷർ ചീരയില്ലേ, അതിൽ കുറച്ച് തേങ്ങയും ഒരു 5-8 അല്ലി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മൾ മീൻകറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുവരെയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ. കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ നമ്മളെ പാത്രങ്ങളും അതുവരെ എടുത്ത ഐറ്റംസൊക്കെ ഉണ്ടാവില്ല. ഇപ്പോൾ നമുക്ക് വഴറ്റാനൊക്കെ വെക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ കറി വേവാൻ ഒക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടൈം കിട്ടും. ആ സമയം നമ്മൾ വെറുതെ നിൽക്കാതെ, ഫോൺ എടുക്കാതെ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതെ ബാക്കിയുള്ള നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാം കേട്ടോ. അവിടെ നിന്നിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകണ്ട, കാരണം കറിയൊക്കെ അടിപ്പിടിച്ച് അങ്ങനെയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതുവരെയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കാനേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇപ്പോൾ മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ ചാറലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല മഴയുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് പാത്രം വെക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. നമ്മളിപ്പോൾ അകത്ത് തന്നെയാണ് പാത്രം വെക്കുന്നത്, കഴുകിയ പാത്രങ്ങൾ. അപ്പോൾ ആറിയതിന് ശേഷം എടുത്ത് മാറ്റുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ മീൻകറി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീനൊക്കെ വെന്ത് നല്ല കുറുകിയ ചാറൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ കറി റെഡിയായി. ആ കറി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം മത്തിയൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ മസ്റ്റ് ട്രൈ ആണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചീര ഉണ്ടല്ലോ, ചീര റെഡിയായി വന്നപ്പോൾ ഞാൻ കസ്റ്റേർഡ് പാത്രത്തിലല്ലേ ഉണ്ടാക്കിയിട്ടുണ്ടായത്, അയൺ ചട്ടിയിൽ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കുക്കിംഗ് വേഗം നടക്കും. പക്ഷേ കുക്കിംഗ് കഴിഞ്ഞ ഉടനെ അതിൽ നിന്ന് മാറ്റണം കേട്ടോ. ഏത് ഐറ്റം ആണെങ്കിലും, ഇല്ലെങ്കിൽ ആ ഇരുമ്പിൻ്റെ കറ ഇറങ്ങിയിട്ട് കുറച്ച് കൂടുതലായിട്ട് കറ ഇറങ്ങും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് എടുത്തു വെച്ചു. ഇനിയിപ്പോൾ ഇതാ നമ്മൾ കൗണ്ടർ ടോപ്പും കൂടെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാനേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കുക്കിംഗ് ചെയ്യുമ്പോൾ തന്നെ അല്ലേ നമുക്ക് ആ ഒരു സിങ്കിൻ്റെ ആ ഒരു ഏരിയ വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ ക്ലീനാക്കി വെക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി ബാക്കി അവിടെ മാത്രം ആ സിങ്കും കൂടെ കഴുകി കഴിഞ്ഞാൽ നമ്മളെ ക്ലീനിങ്ങും കഴിയും. കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ ക്ലീനിങ്ങും കഴിയും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഭാരമില്ലാണ്ടാവും കേട്ടോ. ചില വീട്ടിൽ ഒറ്റയ്ക്ക് പണിയെടുക്കേണ്ടതായിട്ടുള്ളവരുണ്ടാവും, ചിലർ എല്ലാവരും കൂടെ ഉള്ളവരുണ്ടാവും. അവർക്ക് അതൊന്നും പറ്റണമെന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ രീതിയിലെടുക്കുക. അപ്പോൾ നമുക്ക് സഹായത്തിന് ആരും ഇല്ലെങ്കിലും നമുക്കൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ തന്നെ ഇല്ലേ നമ്മളെ പണികളൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കാനും നമ്മളെ വീട് നല്ല അടിപൊളിയായിട്ട് വെക്കാനും നമുക്ക് പറ്റും കേട്ടോ. മാത്രമല്ല നമുക്കൊരു സ്ട്രെസ് ഫ്രീ ആകാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം നമ്മൾ ഈ പണികൾ ഇങ്ങനെ ചെയ്ത് നമുക്കൊരു മടുപ്പ് വരും, ഒരു സ്ട്രെസ്സ് വരും. അപ്പോൾ നമുക്ക് പണികൾ ചെയ്യാനില്ല, പെട്ടെന്ന് ഫ്രീ ആകുക എന്നൊക്കെ ഫ്രീ ആകുക ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു സ്ട്രെസ്സൊക്കെ ഒരുപാട് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളെ മൈൻഡിന് ഒന്ന് ഫ്രീ ആവും. അതുകൊണ്ടാട്ടോ പറയുന്നത് രാവിലെ നേരത്തെ എണീറ്റിട്ട് രാവിലെ നമ്മളെ പണികളൊക്കെ ചെയ്തു തുടങ്ങുക കേട്ടോ. അപ്പം തന്നെ നമ്മൾ എന്താ പറയുക, എല്ലാവരും എണീറ്റ് സെറ്റാകുന്ന സമയത്ത് തന്നെ നമ്മളെ പകുതി പണി കഴിഞ്ഞിട്ടുണ്ടാവും. ബാക്കി പണിയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി. അപ്പോൾ ആ രീതിയിലൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് റഫിക്കാൻ്റെ കല്ലിൽ അലക്കാനുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് അലക്കി ആറിയിട്ടിട്ട് കാര്യമൊന്നുമില്ല, മഴ ഇങ്ങനെ തുള്ളുന്നുണ്ട് കേട്ടോ. അപ്പോൾ സമയം 9:30 ആവുന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ പണികളും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഉച്ചയ്ക്ക് കിച്ചണിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഇതാ മഴ ചാറി കേട്ടോ. അങ്ങനെ കുറച്ച് സമയം അവിടെ ഫ്രീ ആയിട്ട് വെറുതെ ഇരുന്നു കേട്ടോ. അതിനുശേഷം ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഇനി എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അടുത്ത ദിവസത്തെ വീഡിയോക്കുള്ള എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ എനിക്ക് വേണ്ടിയിട്ടുള്ള സമയങ്ങൾ കണ്ടെത്തുന്നത്. അല്ലാണ്ട് നമുക്ക് എങ്ങനെയാണ് വീഡിയോ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുക. നമ്മൾ സാധാ ലൈഫ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും ആ പണികൾ തീരാനും നമുക്ക് സമയം കിട്ടുന്നില്ല എല്ലാവരും പറയലില്ലേ. അപ്പോൾ പിന്നെ 2, 3, 4 മണിക്കൂറൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ഉള്ള നമ്മളെ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഇങ്ങനത്തെ ഫ്രീ ടൈം ഉണ്ടാക്കിയെടുത്താലേ നമുക്ക് എല്ലാത്തിനും സമയം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഈ ഒരു സമയം ഇതിനായിട്ടുള്ളൊരു സമയം കണ്ടെത്തുന്നത്.
ഇനിയിപ്പോൾ ഇതാ ഒരു ഉച്ച സമയം നമ്മൾ ളുഹർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു 1:30 ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നമ്മളെ മത്തിക്കറിയിലെ ആ കറിയൊക്കെ കൂട്ടിയിട്ട് ചീരയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഫുഡൊക്കെ തണുത്ത് പോവുകയാണ്. കാരണം നമ്മൾ രാവിലെ നേരത്തെ ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ചൂടുള്ളത് തന്നെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് തന്നെ ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയത്തൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യാം. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി നാടൻ ഫുഡ് കഴിക്കട്ടെ. ഇന്ന് ലഞ്ചിന് റഫീക്ക വന്നിട്ടില്ല കേട്ടോ. റഫീക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്ന് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാത്രം ഒക്കെ കഴുകി വെച്ചാൽ നമ്മൾ കഴിച്ച പാത്രം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഉച്ചക്കൊക്കെ രാവിലെ നമ്മൾ അത്രയും നീറ്റാക്കി കാര്യങ്ങളൊക്കെ ചെയ്തതല്ലേ. ഇനി റെസ്റ്റ് ടൈമാണ് കേട്ടോ. ഞാനും വാവയും കുറച്ച് സമയം ഒന്ന് കിടക്കും. എന്തായാലും ഞാൻ കുറച്ച് സമയം ഒന്ന് കിടന്നുറങ്ങും കേട്ടോ. എന്നാലേ നമുക്ക് രാവിലെ നല്ല എനർജിയോട് കൂടി രാവിലെ എനിക്ക് എണീക്കാൻ ഒരു പുതിയ ദിവസം തുടങ്ങാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഇങ്ങനെ ഉറക്കം തൂങ്ങി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഭയങ്കര ക്ഷീണമാവും, ഭയങ്കര ഉറക്കൊരു ഹാർഡായി മാറും. ഇതിപ്പോൾ അല്ലേ ഞാൻ വൈകുന്നേരം മഗ്‌രിബൊക്കെ നിസ്കാരത്തിന് ശേഷം നമ്മൾ പുറത്തു പോയതാണ്. പുറത്തു പോയതെന്ന് പറഞ്ഞാൽ എനിക്ക് സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടൗണിലേക്ക് വന്നതാണ്. അപ്പോൾ റഫീക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കറക്റ്റ് ഡോക്ടർ അങ്ങോട്ടേക്ക് എത്തി. ഇപ്പോൾ ഞാനും അവിടേക്ക് അങ്ങനെ ഡോക്ടറെ കാണിച്ച് നമ്മൾ പുറത്തിറങ്ങി. ഇപ്പോൾ ഇതാ നമ്മൾ ചട്ടിയും ചോറുന്നും പൊറോട്ട വയ്ക്കുകയാണ് കേട്ടോ. പൊറോട്ടയും അതുപോലെ തന്നെ ഇത് സാമ്പാർ വട കേട്ടോ, അതാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ നമ്മളെ ചാനലിനെ കുറിച്ച് എല്ലാവരോടും പറയുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസൊരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾക്കുള്ള സ്പെഷ്യൽ റെസിപ്പീസൊക്കെ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എന്തായാലും പെട്ടെന്ന് തന്നെ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് അടുപ്പിച്ച് ചില ദിവസങ്ങളിൽ വീഡിയോ ഉണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.